വാർത്താ ദിനം തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. സപ്ലൈകോയിൽ സബ്സിഡി ഇനങ്ങളുടെ വില വർധന ഉടൻ. സമ്മിശ്ര പ്രതികരണവുമായി ജനങ്ങൾ. ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങളില്ലെന്നും പരാതി. ഇപ്പോൾ കുറേ നാളുകളായിട്ട് അവിടെ ഒന്നുമില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളായ പലതും ഇതുപോലെ പ്രതിസന്ധിയിലാണ്. അതൊക്കെ പൂട്ടിപ്പോകും. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി ഭീരുവെന്ന് ആവർത്തനം. പോലീസുകാർക്കുള്ള ഗുഡ് സർവീസ് എൻട്രി മുഖ്യമന്ത്രിയുടെ ക്രൂരത. മുഖ്യമന്ത്രിക്ക് നിഴലിനെ പോലും പേടിയെന്നും വി ഡി സതീശൻ. തങ്കഅങ്കി പ്രഭയിൽ സന്നിധാനത്ത് ദീപാരാധന. മണ്ഡലപൂജ നാളെ. ഈ മണ്ഡലകാലത്ത് നടവരവ് കുറഞ്ഞു. വരുമാനത്തിൽ മുൻ വർഷത്തേക്കാൾ 18 കോടി കുറവ്. എണ്ണക്കപ്പലിന് നേരെയുള്ള ഡ്രോൺ ആക്രമണം അതീവ ഗൌരവതരമെന്ന് പ്രതിരോധ മന്ത്രി. നാവികസേന നിരീക്ഷണം ശക്തമാക്കി. മേഖലയിൽ 3 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് ഇന്ത്യ. ആക്രമണം നടത്തിയവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുമെന്നും രാജ്നാഥ് സിംഗ്. ഗാസയിൽ ആക്രമണം ശക്തമാക്കാൻ ഇസ്രയേൽ. ഹമാസിനെ ഇല്ലാതാക്കി ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. വ്യോമാക്രമണങ്ങൾക്ക് അയവില്ലെന്ന് ഐക്യരാഷ്ട്രസഭ വിലയിരുത്തൽ. ഫലസ്തീനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 20,000-ലധികം പേർ. റിലീസിനൊരുങ്ങി ടൊവിനോ തോമസ് ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം ഫെബ്രുവരി 9 തിയേറ്ററിൽ എത്തുമെന്ന് അണിയറ പ്രവർത്തകർ.